പരിശുദ്ധ റമദാനിന് സമാപ്തി കുറിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ഈ ഈദുൽ ഫിത്തർ നമസ്കാരവും നമ്മുടെ ആഘോഷവും സന്തോഷവുമെല്ലാം പടച്ച റബ്ബ് നമ്മളിൽ നിന്ന് സ്വാലിഹായ അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അതിന് സ്വീകാര്യത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈദ് എന്ന പദത്തിനർത്ഥം മടങ്ങി വരുന്നത് എന്നാണ്. വിശ്വാസിയുടെ മടങ്ങി വരവാണ് ഈദ്. വിശ്വാസിയുടെ മടങ്ങിപ്പോക്കാണ് ഈദ്. അത് ശഅബാനിൽ നിന്ന് റമദാൻ വഴി കയറി ശവ്വാലിലേക്ക് പഴയതുപോലെയുള്ള തിരിച്ചുപോക്കല്ല, മറിച്ച് ജീവിതത്തിൽ വിശ്വാസി ചില കാര്യങ്ങളെ സംബന്ധിച്ച് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് തന്നിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന രണ്ട് അസുലഭമായ അവസരങ്ങളാണ് ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും എന്ന് പറയുന്നത്. നമ്മളിവിടെ പെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് കൃത്രിമമായി സന്തോഷങ്ങൾ നമുക്ക് ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റി എന്ന് വരും. സാമാന്യം മെച്ചപ്പെട്ട വസ്ത്രങ്ങളാണ് നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത്. മറ്റു ദിവസങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട ഭക്ഷണമായിരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഒരുക്കിയിട്ടുണ്ടാവുക. അതുകൊണ്ട് ഇന്നൊരു സന്തോഷത്തിന്റെ പ്രതീതി നമുക്ക് ഒരുക്കാൻ പറ്റും. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിസ്വാഇമി ഫർഹത്താൻ, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ടായിരിക്കും. ഒന്ന് ഇദാ അഫ്തറ ഫരിഹ ബിഫിത്രിഹി, ഒന്ന് നോമ്പ് അവസാനിക്കുമ്പോഴുള്ള അവന്റെ ഫിത്ർ കൊണ്ടുള്ള സന്തോഷം, നോമ്പ് അവസാനിപ്പിക്കുന്നത് കൊണ്ടുള്ള സന്തോഷം. അത് ഓരോ ദിവസവും നമുക്കുണ്ട്. മഗ്രിബ് വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്. റമദാൻ 30 കഴിഞ്ഞാൽ, റമദാൻ 29 കഴിഞ്ഞാൽ ശവ്വാലിലേക്ക് വരുമ്പോഴും ആ സന്തോഷമുണ്ട്. അത് മോശപ്പെട്ട സന്തോഷമല്ല, അള്ളാഹ് അനുവദിച്ച സന്തോഷമാണ്. പക്ഷെ നോമ്പുകാരന്റെ ഒന്നാമത്തെ സന്തോഷം നോമ്പ് അവസാനിക്കുന്ന സന്തോഷമാണെങ്കിൽ, രണ്ടാമത്തെ സന്തോഷം വഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി, നാളെ അള്ളാഹുവിനെ സ്വന്തം നോമ്പിന്റെ ബലത്തിലും അതിന്റെ ഉറപ്പിലും അള്ളാഹുവെ കണ്ടുമുട്ടാൻ സാധിക്കും. അള്ളാഹുവെ കണ്ടുമുട്ടുന്ന സമയത്തും വിശ്വാസി സന്തോഷിക്കും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എനിക്കും നിങ്ങൾക്കും മടങ്ങിപ്പോകാനുള്ളത്, ഈദാക്കാനുള്ളത്, ഇപ്പോഴുള്ള ഈ സന്തോഷത്തെ നമ്മൾ പരലോകത്തേക്കും ബാക്കി വെക്കുമ്പോഴാണ്. പുതിയ കാലത്ത് എല്ലാവരും സന്തോഷിപ്പിക്കാൻ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. എവിടെ നോക്കിയാലും നിങ്ങൾ സന്തോഷിക്കൂ. ഇവിടെ ഇങ്ങനെ കാണുന്ന പരസ്യങ്ങളിലടക്കം നിങ്ങൾക്ക് കാണാൻ പറ്റും, എല്ലാവരും ഹാപ്പി ഹാപ്പി എന്നാ പറയാം. ഏത് കാലത്തും എല്ലാവരും ആളുകൾക്ക് ആശംസിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഹാപ്പിയാണ്. അവർ ഹാപ്പിനെസ്സോടുകൂടി ജീവിക്കട്ടെ എന്നാണ്. പക്ഷെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ എന്താണ് ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത്? അള്ളാഹ് പറയുന്നു, നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യരല്ല നിങ്ങളുടെ സന്തോഷം ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് സന്തോഷിക്കൂ എന്ന് പറയുന്ന ആളുകൾക്കല്ല നിങ്ങളോട് ആത്മാർത്ഥതയുള്ളത്, മറിച്ച് എനിക്കാണ്. ഈ അള്ളാഹുവിനാണ് നിങ്ങളോട് സ്നേഹമുള്ളത്. കാരണം നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷവും നിങ്ങൾ സന്തോഷിക്കണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഖബർ ജീവിതത്തിലും നിങ്ങൾ സന്തോഷിക്കണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നു. നാളെ പരലോകത്ത് വഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി, നാളെ വിചാരണ മഹ്ശറ സഭാ നാളിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകണമെന്ന് പടച്ചവൻ ആഗ്രഹിക്കുന്നു. അപ്പോ ആർക്കാണ് നിങ്ങളോട് സ്നേഹം? നിത്യമായ, നിതാന്തമായ, അനന്തമായ സ്നേഹം നിങ്ങൾക്ക് ഉറപ്പുവരുത്തുന്ന പടച്ചവനാണ്. അതുകൊണ്ട് അള്ളാഹു ആകട്ടെ നിങ്ങൾക്ക് വലുത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ലിതുകബ്ബിറു അലാ മാ ഹദാക്കും,
നിങ്ങളെ നേർവഴി കാണിച്ച് നയിച്ചതിന്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കൂ. അള്ളാഹുവിന്റെ വലുപ്പത്തെ നിങ്ങൾ ഉയർത്തിപ്പറയൂ. അപ്പോഴാണല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ വലിയതായി നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെറുതായി പോവുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു വലിയവനാണ്. എവിടെ വലിയവൻ? അല്ലാഹു അക്ബർ. എന്റെ വീട്ടിൽ അല്ലാഹു വലിയവനാണ്. അല്ലാഹു അക്ബർ, എന്റെ ബിസിനസ്സിൽ അല്ലാഹു വലിയവനാണ്. അല്ലാഹു അക്ബർ, എന്റെ ജോലി സ്ഥലത്ത് അല്ലാഹു വലിയവനാണ്. എന്റെ മക്കളുടെ കാര്യത്തിൽ അല്ലാഹു വലിയവനാണ്. എന്റെ തിരക്കുകളുടെ കാര്യത്തിൽ അല്ലാഹു വലിയവനാണ്. എന്റെ ആഗ്രഹങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു വലിയവനാണ്. ഞാൻ ജീവിതത്തിൽ വലുതായി ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് മുകളിൽ, അതിനേക്കാളും മുകളിലായി അല്ലാഹു വലിയവനാണ്. അതുകൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. അല്ലാഹ് മാത്രമാണ് വലുത്. എന്റെ മക്കൾ എനിക്ക് ചെറുതാണ്. എന്റെ ജീവിതം, എന്റെ ജീവിതത്തിലെ ആശകൾ, ആഗ്രഹങ്ങളൊക്കെ ചെറുതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹ്ക്ക് അത്ര വലുപ്പമുണ്ടോ? ജീവിതത്തിൽ അള്ളാഹുവിന് അങ്ങനെ സ്ഥാനമുണ്ടോ? പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ കൂട്ടി വിളിക്കുന്നു എന്നേ ഉള്ളൂ. എന്നും പറയുന്നത് അല്ലാഹു അക്ബറാണ്. മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നത് അല്ലാഹു അക്ബറാണ്. ഇഖാമത്ത് കൊടുക്കുന്നത് അല്ലാഹു അക്ബറാണ്. നമസ്കാരത്തിന്റെ ഓരോ തക്ബീറുകളിലും അല്ലാഹു അക്ബറാണ്. നമസ്കാരം കഴിഞ്ഞാലും സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബറാണ്. അല്ലാഹു അക്ബറാണ്. അല്ലാഹുവാണ് വലുത്. ജീവിതത്തിൽ അല്ലാഹു വലുതായിട്ടല്ലാത്ത ഒരു പോളിസിയും എടുക്കാത്ത വിശ്വാസി, അവനെയാണ് യഥാർത്ഥത്തിൽ ഈദിലൂടെ, മടങ്ങിപ്പോക്കിലൂടെ ഇസ്ലാം അടയാളപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഗസ്സക്കാർക്ക് 60,000-ത്തിലധികം ഷഹീദുകൾ ഉണ്ടായിട്ടും അത് അള്ളാഹുവിനു വേണ്ടി സമർപ്പിച്ച തങ്ങളുടെ രക്തവും ജീവിതവും ജീവനുമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാത്തവർക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. ജീവിതത്തിൽ അല്ലാഹു വലുതല്ലെങ്കിൽ നിങ്ങൾ കണ്ട കാഴ്ചകളിൽ നിങ്ങൾ സങ്കടം മാത്രം അനുഭവിക്കുന്നവരായിരിക്കും. ഷഹീദുകളെക്കുറിച്ച്, രക്തസാക്ഷികളെക്കുറിച്ച് എന്തോ പാവപ്പെട്ട മനുഷ്യന്മാരെന്ന് നിങ്ങൾ കരുതിപ്പോകും. അള്ളാഹുവിന്റെ മാർഗത്തിൽ സർവവും സമർപ്പിച്ച ആളുകളെക്കുറിച്ച് നിങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ടാകും. ജീവിതം നഷ്ടപ്പെട്ടു പോയവർ എന്നവരെക്കുറിച്ച് നിങ്ങൾ വിലപിക്കും. പക്ഷെ നിങ്ങൾ അവരെക്കുറിച്ച് അങ്ങനെ കരുതരുത്. എന്നല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധമുഖത്ത് നിൽക്കുന്നവർ, ന്യായമായ തങ്ങളുടെ അഭിമാനത്തിന്റെയും സ്വത്തിന്റെയും ജീവന്റെയും വിഷയത്തിൽ അള്ളാഹു അനുവദിച്ച പോരാട്ടത്തിനിറങ്ങിയവർ, അള്ളാഹ് പറയുന്നു സൂറത്തു തൗബയിൽ, ഖുതുബയുടെ ആമുഖത്തിൽ ഞാൻ ഓതിയ ആയത്ത്, ലാ യസ്തഅ്ദിനുക അല്ലദീന യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും യഥാർത്ഥത്തിൽ വിശ്വസിച്ചവർ പ്രവാചകരെ താങ്കളോട് വന്ന് അനുവാദം ചോദിക്കില്ല. എന്തിന്? യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കാൻ, പോരാട്ടത്തിനിറങ്ങാതിരിക്കാൻ, സമരരംഗത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വന്ന് അവരുടെ മുട്ടുന്യായങ്ങളുമായി വന്നവർ പറയില്ല, വീട്ടിലാളില്ല, എന്റെ തിരക്കാണ്, എനിക്ക് ബിസിനസ്സാണ്, എനിക്ക് എന്റേതായ ചുറ്റുപാടുകളുണ്ട് എന്ന് പറഞ്ഞ് അവരൊരിക്കലും പോരാട്ടത്തിന്റെ മാർഗത്തിൽ നിന്ന് പിൻവാങ്ങുകയില്ല. അവർ വല്ലാഹു അലീമും ബിൽ മുത്തഖീൻ, മുത്തഖികളെ കുറിച്ച് അറിയുന്നവൻ അല്ലാഹുവാണല്ലോ. ഓരോരുത്തരുടെയും സന്നദ്ധതയെക്കുറിച്ചും ത്യാഗമനോഭാവത്തെയും കുറിച്ച് അറിയുന്നത് അല്ലാഹുവാണല്ലോ. എന്നല്ല, താങ്കളോട് യഥാർത്ഥത്തിൽ എല്ലാ കാര്യത്തിൽ നിന്നും ഉടമ്പി നിൽക്കുവാൻ, അള്ളാഹുവിന്റെ മാർഗത്തിലെ സമർപ്പണത്തെക്കുറിച്ച് ആശങ്കയുള്ളവരാരാണ്? ഇന്നമാ യസ്തഅ്ദിനുക അല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ തന്നെ വിശ്വാസമില്ലാത്തവരാണ്, പരലോകത്തിന്റെ കാര്യത്തിൽ വിശ്വാസമില്ലാത്തവരാണ്. വർത്താബത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയത്തിൽ തന്നെ സംശയമുണ്ട്. ഈ ജീവിതം തന്നെ ഇങ്ങനെ ജീവിച്ചു പോയാൽ പോരെ, എന്തിനാണ് പരലോകം? ഈ ലോകത്തൊരു സ്വർഗം കിട്ടിയാൽ മതി, പരലോകത്തെ സ്വർഗം വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർ പോലുമുണ്ട്. ഫഹും ഫീ റൈബിഹിം യതറദ്ദദൂൻ, അങ്ങനെ അവരുടെ സംശയത്തിൽ കൂടെ കൂടെ ചഞ്ചലചിത്തരായി, കൂടെ കൂടെ ചാപല്യമുള്ള മനസ്സുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണവർ. എപ്പോഴും സംശയ രോഗികളാണവർ.
ഈ ലോകത്തിന്റെ തന്നെ കെട്ടുപാടിൽ കിടക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഗസയിലെ 60,000-ഓളം വരുന്ന ഷഹീദുകൾ, 1.5 ലക്ഷത്തിലധികം വരുന്ന അതിദാരുണമായ കൈകാലുകൾ ഛേദിക്കപ്പെട്ട നിലയിലുള്ള സാരമായ പരിക്കുകളോടുകൂടി ബാക്കിയായവർ, അവർ ഇന്നലെ പെരുന്നാൾ ആഘോഷിച്ചു. വളരെ ഭംഗിയായി പെരുന്നാൾ ആഘോഷിച്ചു. തകർന്നു കിടക്കുന്ന വീടുകളുടെ, കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞ് പ്രതലമൊരുക്കിക്കൊണ്ട് അവരിൽ പലരും പെരുന്നാൾ നമസ്കാരത്തിന് ഹാജരായി. അവർക്ക് ലഭ്യമായ വസ്ത്രം ഉപയോഗിച്ച് അവർ അവരുടെ സന്തോഷം പങ്കിട്ടു. അവർക്ക് സാധ്യമായ സദ്യ ഒരുക്കി അവർ അള്ളാഹുവിനെ തക്ബീർ വിളിച്ചുകൊണ്ട് വീണ്ടും ഇതാ ചരിത്രത്തിൽ നിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്മാരും സ്വഹാബികളും എങ്ങനെയായിരുന്നോ ഈ കാലത്തും ഞങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യർ ഇതാ ഈ കാലത്തും ജീവിച്ചിരിപ്പുണ്ട് എന്ന് കരുളറപ്പോടുകൂടി നമുക്ക് സാക്ഷ്യം നൽകി. ഞാനും നിങ്ങളിവിടെ പെരിന്തൽമണ്ണയിൽ ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോ മനസ്സുകൊണ്ട് ആദ്യം പ്രാർത്ഥിക്കുന്നതും ഐക്യദാർഢ്യപ്പെടുന്നതും അവരോടാണ്. പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടിയുള്ളതാണ് നമ്മളുടെ പ്രാർത്ഥന. ഞാൻ പറയുന്നു, ഗസയിലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കുറിച്ച് ആലോചിക്കാതെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള എന്തെങ്കിലും സ്വപ്നം നിങ്ങൾ മനസ്സിൽ താലോലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നതിൽ എന്തോ സന്ദേഹമുണ്ട്, എന്തോ സംശയമുണ്ട്, അതല്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. അല്ലാസക്കരെ ദൂരത്തോ തൈലീം ബി ഫിത്ന ഔലാദ് ബി അംലാഖ് ബി ജാഗീർ ബി ഫിത്ന. അള്ളാഹുവിൽ നിന്ന് അകന്നിട്ടാണ് എല്ലാമെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഫിത്നയാണ്, നിങ്ങളുടെ വീട് നിങ്ങൾക്ക് ഫിത്നയാണ്, നിങ്ങളുടെ അനന്തരാവകാശമായി കിട്ടിയ സ്വത്ത് നിങ്ങൾക്ക് ഫിത്നയാണ്. നാഹക്വേലിയെ ഉട്ടേത്തോ ഷംഷേർ ബി ഫിത്ന. അസത്യത്തിനായി നീറുന്ന ഗദ്ദവും ആയുധവും ഫിത്നയാണ്. ഷംഷേർ ഹേ ക്യാ നാര തക്ബീർ ബി ഫിത്ന. ഷംഷേർ ഹേ ക്യാ, എന്തൊരായുധത്തെ കുറിച്ച് പറയണം? നാര തക്ബീർ ബി ഫിത്ന. നിങ്ങൾ വിളിച്ച തക്ബീറിന്റെ മുദ്രാവാക്യം ഉണ്ടല്ലോ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ഇതും ഫിത്നയാണ് എന്നാണ്. ഗസയിലെ പ്രിയപ്പെട്ട ഷഹീദുകളുടെ നേതാവ് സയ്യിദ് തൂഫാനുൽ അഖ്സയുടെ ബുദ്ധികേന്ദ്രം എന്ന് പറയുന്ന യഹിയ സിൻവാറിനെ കുറിച്ച് ചരിത്രത്തിൽ ഒരുപാട് നേതാക്കൾ നിർണായകമായ ഘട്ടങ്ങളിൽ ഉയർന്നു വന്നതുപോലെ തൂഫാനുൽ അഖ്സയിൽ എഴുന്നേറ്റ് നിന്ന നേതാവ്, അനിഷേധ്യനായ നേതാവ്, സാമ്രാജ്യത്വ മാധ്യമങ്ങൾ, പ്രൊപ്പഗണ്ട മെഷീനറികൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം സുഖജീവിതം നയിക്കുകയാണെന്ന്. അദ്ദേഹം തണലിൽ ബന്ദികളെ രക്ഷാകവചമാക്കിക്കൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും സുഖജീവിതം നയിക്കുകയാണ് എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. ഇസ്രയേലിന്റെ ഡോൺ ക്യാമറ അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങൾ നമുക്ക് മുന്നിൽ ഒപ്പിയെടുത്ത് കാണിച്ചു. പ്രിയപ്പെട്ടവരെ, തനിക്ക് സാധ്യമാകുന്നതിന്റെ അവസാന പോരാട്ടം നടത്തിയിട്ട് ഇസ്രയേലിന്റെ ഡ്രോൺ ക്യാമറയ്ക്ക് മുമ്പിൽ തനിക്ക് അവസാനമറിയാവുന്ന തന്റെ ചാരത്തിരുന്നൊരു വടിയെറിഞ്ഞുകൊണ്ടാണ് ഷഹീദ് സിൻവാർ ഈ ലോകത്ത് നിങ്ങൾക്ക് നയിക്കാനുള്ള ഒരു പോരാട്ടത്തിന് ഒരു വടിയെറിഞ്ഞുകൊണ്ടാണ് ചരിത്രത്തിലെ മൂസയുടെ വടിക്ക് സമാനമായ ഒരു വടി നമുക്ക് സമ്മാനിച്ച് പോരാട്ടത്തിന്റെ നേർസാക്ഷ്യം നമുക്ക് കാണിച്ചു തന്നത്. പ്രിയപ്പെട്ടവരെ, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം ഇസ്രയേൽ തന്നെ പറഞ്ഞത്? ചില സമയത്ത് മറവി ബാധിക്കുന്ന ഇസ്രയേലിന് അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു പറഞ്ഞപ്പോ ചില മറവി സംഭവിച്ചു. എന്താണ് പ്രിയപ്പെട്ടവരെ? 3.5 ദിവസമായിട്ട്, അതായത് 4 ദിവസത്തോളമായി അദ്ദേഹത്തിന്റെ വയറ്റിൽ ഒരു തരി ഭക്ഷണം എത്തിയിരുന്നില്ല എന്നാണ്. ഒരു തരി ഭക്ഷണം എത്തിയിരുന്നില്ല എന്നാണ്. ഒരു തരി ഭക്ഷണം എത്താതെ 3.5 ദിവസം അവസാനമായി ഷഹാദത്തിന് മുമ്പ് എഴുന്നേറ്റ് നിന്ന ചരിത്രത്തിലെ സ്വഹാബിമാരെ കുറിച്ചോ താബീകളെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. 2025 ജീവിച്ച മനുഷ്യന്മാരെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പണത്തിന്റെ അങ്ങേറ്റം കാണിച്ച ത്യാഗോജ്ജല മാതൃകയുടെ ഉയർന്നു നിൽക്കുന്ന ഏറ്റവും മുകളിലുള്ള മനുഷ്യരെ കുറിച്ചാണ്. അദ്ദേഹത്തെക്കുറിച്ച് അഹമ്മദ് മൻസൂർ അൽ ജസീറ ലേഖകൻ നൽകപ്പെട്ട ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിന്റെ സഹപോരാളിയായിരുന്ന ഒരു മനുഷ്യൻ പറയുന്നുണ്ട്, ഒരു സമയത്ത് അദ്ദേഹവും കൂട്ടരും, അതായത് യഹിയ സിൻവാറും പോരാളികളും ഇസ്രയേൽ പട്ടാളം ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നടത്തിയ ഒരു ആക്രമണത്തെ തുടർന്ന് അവിടെയുള്ള ആളുകൾ അവിടെ നിന്ന് ചിതറിയോടി. ഇസ്രയേലിന്റെ ക്യാമ്പാണ്,
അവിടെ ഇരിക്കുന്ന സമയത്ത്, അവിടേക്ക് കയറി ചെല്ലുന്ന സമയത്ത് സുഭിക്ഷമായ ഭക്ഷണമുണ്ട്. ആ ഭക്ഷണം വേണമെങ്കിൽ ഈ കയറിയ 4-5 പേർക്ക് 5-6 ദിവസം കഴിക്കാൻ മാത്രമുള്ള ശേഖരമുണ്ട്. കഴിക്കാനായി കൊതിമൂത്ത്, അതല്ലെങ്കിൽ കൊതിമൂത്ത് എന്ന് പറയുന്നത് അവരെ കുറിച്ച് നമ്മൾ പറയുന്ന തെറ്റായ വർത്തമാനമായി പോകും. കഴിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട്, പട്ടിണിയുടെ അങ്ങേയറ്റം കൊണ്ട് ഈ മനുഷ്യർ ആ ഭക്ഷണപ്പൊതിയുടെ അടുത്തേക്ക് പോയപ്പോ ഷഹീദ് സിൻവാർ പറഞ്ഞത്, നേതാക്കളിലെ നേതാവ് പറഞ്ഞത്, ഗസയിലെ പ്രിയപ്പെട്ടവർ പട്ടിണിയിരിക്കെ നമ്മൾ ആ ഭക്ഷണം കഴിക്കരുത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഗസയിലെ പ്രിയപ്പെട്ടവർ നമ്മളാൽ ഈ യുദ്ധത്തിന്റെ കെടുതി അനുഭവിച്ച് അവർ പട്ടിണി കിടക്കുമ്പോ നമ്മൾ ആ ഭക്ഷണം നമ്മളുടെ പശിയടക്കാൻ വേണ്ടി പോലും ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞവരാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ചില കംഫർട്ട് സോണുകൾ ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ ചില ത്യാഗത്തിന് നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ഇതുവരേക്കും ജീവിച്ച കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത്. ഇതുവരേക്കും ജീവിച്ച ഒരു ഇന്ത്യയിലല്ല നമ്മൾ ജീവിക്കുന്നത്. ഇതുവരേക്കും ജീവിച്ച ഒരു കേരളത്തിലല്ല. നമുക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ലോകത്തിന്റെ അവസ്ഥ വലതുപക്ഷ തീവ്രവാദത്തിന്റെ അങ്ങേയറ്റത്തേക്ക് പോയൊരു കാലമാണ്. മനുഷ്യരെ സംബന്ധിച്ച് അവർ റോട്ടിലൊന്ന് ഈദ് നമസ്കരിച്ചാൽ, പെരുന്നാളിന് റോട്ടിലേക്കൊന്ന് നമസ്കരിച്ചാൽ അവരുടെ ആധാർ കാർഡും അവരുടെ പാസ്പോർട്ടും റദ്ദാക്കപ്പെടുന്ന ഉത്തർപ്രദേശുള്ള ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഇന്ത്യയിൽ ഇരുന്നിട്ട് കണ്ണടച്ചാൽ നിങ്ങളുടെ സാമൂഹിക പ്രശ്നങ്ങൾ ഇല്ലാതാകില്ല, നിങ്ങളുടെ രാഷ്ട്രീയ വിഷയങ്ങൾ ഇല്ലാതാകില്ല. നിങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും മുന്നണികൾ ഇതൊക്കെ അട്ടിപ്പേരെടുത്തുകൊണ്ട് ഇത് പറയുമെന്ന് വിശ്വാസികളെ നിങ്ങൾ മൂഢരായി വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അത് പടച്ചവനിലുള്ള നിങ്ങളുടെ വിശ്വാസത്തിന്റെ കമ്മിയാണ്. പടച്ചവനല്ലാതെ നിങ്ങൾക്ക് തുണയില്ല. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ എന്ന് പറയുമ്പോ നിങ്ങൾ ഒരു സാമൂഹിക പ്രസ്ഥാനത്തെയും നിങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും അത്ര വലിയ അക്ബറായി കരുതരുത്. നിങ്ങൾക്ക് അല്ലാഹു മാത്രമേ ഉള്ളൂ എന്നുള്ള വിശ്വാസം, അതല്ലെങ്കിൽ ആ ഉറപ്പ് മാത്രമാണ് ഗസയെ പോലെ ഇന്ത്യയിൽ നമ്മൾ പഠിക്കേണ്ടത്. അതാണ് CAA പറഞ്ഞത്, അതാണ് NRC പറഞ്ഞത്, അതാണ് വരാൻ പോകുന്ന ചുട്ടെടുക്കാൻ പോകുന്ന ഉത്തരാഖണ്ഡിൽ ചുട്ടെടുക്കപ്പെട്ട സിവിൽ കോഡ് പറഞ്ഞത്. വഖഫ് ബില്ല് പറഞ്ഞത് എന്താണ്? വഖഫ് ബില്ല് മുസ്ലിങ്ങളുടെ സ്വന്തമായ നിർണയാവകാശങ്ങൾ, അവരുടെ തന്നെ സ്വയം നിലക്കുള്ള സ്വത്ത്, അവരുടെ ആരാധനാ സ്വഭാവമുള്ള അവരുടെ എൻഡോവ്മെന്റുകൾ, അതൊക്കെ തീരുമാനിക്കാൻ ഇവിടത്തെ ഒരു വിഷലിപ്തമായ പ്രത്യയശാസ്ത്രത്തെ സ്വയം ഭരിച്ചവർ, അവർ ഒരു ഭരണകൂടമായി വന്നപ്പോ മൊത്തത്തിൽ വരികയാണ്. അടിച്ചു കൊല്ലപ്പെടുന്ന മനുഷ്യർ, പുറത്താക്കപ്പെടുന്ന മനുഷ്യർ, അവരുടെ പേരിലുള്ള വീടുകൾ ബുൾഡോസറുകളാൽ യാതൊരുവിധ നിയമ നടപടിയുടെ പോലും അകമ്പടിയില്ലാതെ ഒരൊറ്റ വാർത്തയിന്മേൽ, അതല്ലെങ്കിൽ ഒരൊറ്റ പ്രഖ്യാപനത്തിനുമേൽ, ഓർഡിനൻസിനുമേൽ തകർക്കപ്പെടുന്ന മനുഷ്യർ. ഈ യാഥാർത്ഥ്യത്തെ അറിയാതെ പോയാൽ നമ്മൾ നമ്മുടെ ജീവിതം മാത്രം നയിച്ചു പോകും. ഇവിടെയാണ് അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം മുൻനിർത്തി ഇന്ത്യൻ മുസ്ലിമുകൾക്ക് മുന്നോട്ട് പോകാനുള്ളത്. തീർച്ചയായും സാമൂഹികമായ സംഘാടനം നമുക്ക് ആവശ്യമുണ്ട്. മറ്റുള്ളവരുടെ, ഇവിടുത്തെ പൗരസമൂഹത്തിന്റെ പിന്തുണ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ അതാണ് എല്ലാമെന്ന് നിങ്ങൾ കരുതി പോകരുത്. മറിച്ച് അല്ലാഹുവിനുള്ള അചഞ്ചല ചിത്തരായിട്ടുള്ള നിങ്ങളുടെ സമർപ്പണം എത്രയുണ്ടെന്നുള്ള അല്ലാഹുവിന്റെ നോക്കൽ, നിങ്ങൾ അല്ലാഹുവിന്റെ സഹായത്തിന് അർഹരാണോ എന്നുള്ള അല്ലാഹുവിന്റെ തന്നെ തീരുമാനം. അല്ലാത്ത പക്ഷം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ദുനിയാവിന്റെ എല്ലാ നിന്ദതയും ഏറ്റുവാങ്ങുക, എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിതരുമല്ലാതിരിക്കുക. അള്ളാഹ് ചോദിക്കുന്നു, ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യുൻ ഫിൽ ഹയാത്തി ദുനിയ. അങ്ങനെ കുറച്ച് മാത്രം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിതരായവർ, കുറെ ഭാഗങ്ങളിൽ അള്ളാഹുവിനെ വിട്ടുകളഞ്ഞവർ, അവർക്ക് ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യുൻ ഫിൽ ഹയാത്തി ദുനിയ. ദുനിയാവിൽ നിന്ദതയായിരിക്കും, ദുനിയാവിൽ ഒരു വില ഉണ്ടാവില്ല. മറ്റുള്ളവർ ഒരു തീറ്റപ്പാത്രത്തിലേക്ക് ആക്രാന്തം മൂത്തവർ കൈയിട്ട് എങ്ങനെയാണോ വലിക്കുന്നത്, അത്രമേൽ ആക്രാന്തത്തോടും ആർത്തിയോടുകൂടി ശത്രുക്കൾ നിങ്ങളെ കൊത്തിവലിക്കുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികൾ ചോദിച്ചു, അവമിൻ ഖില്ലത്തിനാ യാ റസൂലല്ലാഹ്, ഞങ്ങള് എണ്ണത്തിൽ കുറവായിരിക്കുമോ? ഞങ്ങൾ ന്യൂനപക്ഷമായതുകൊണ്ടാണോ? ഒരു ന്യൂനപക്ഷമായതുകൊണ്ടല്ല. നിങ്ങൾ കുറെ പേരുണ്ടാവും, 20 കോടിയൊക്കെ ഉണ്ടാവും
അല്ലെ? 200 കോടിയുണ്ട് ലോകത്ത്. 200 കോടി ലോകത്ത് മനുഷ്യരുണ്ട്. 200 കോടി ലോകത്ത് മുസ്ലിം മനുഷ്യരുണ്ട്. പക്ഷെ അവരൊക്കെ ഒറ്റക്ക് പറയാം, ഞങ്ങളൊക്കെ എന്ത് ചെയ്യാനാ, ഞങ്ങൾ ഒറ്റക്കല്ലേ എന്ന്. 200 കോടി മനുഷ്യർ, 200 കോടി മുസ്ലിം നേതാക്കൾ, 200 കോടി മുസ്ലിം രാജ്യങ്ങൾ, ഇവിടൊക്കെയുള്ള മൊത്തം ആളുകൾ എന്നിട്ട് പറയാം, ഞങ്ങൾ എന്ത് ചെയ്യാനാ ഗസയുടെ വിഷയത്തില്, ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ലോകത്തിലെ ഏറ്റവും മുനാഫിക്കുകളായ ഭരണകൂടങ്ങൾ, കപടരായ ഭരണകൂടങ്ങൾ, അവരൊന്നാഗ്രഹിച്ചിരുന്നുവെങ്കിൽ തങ്ങളുടെ സിംഹാസനത്തിന് കോട്ടം തട്ടുമെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ സാക്ഷ്യം വഹിച്ചാൽ അവർക്ക് സാധ്യമാകാമായിരുന്ന സമർപ്പണം അവർ ചെയ്യാത്തതിന്റെ പേരിൽ അവരെ എത്ര വലിയ ആളുകളായാലും നമുക്കത് വിഷയമൊന്നുമല്ല. ഖുർആൻ ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിന് തൊട്ടുടനെ പറയുന്നുണ്ട്, വലൗ അറാദുൽ ഖുറൂജ ലഅദ്ദൂ ലഹു ഉദ്ദ. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ഇറങ്ങിപ്പുറപ്പെടാൻ സന്നദ്ധമായിരുന്നുവെങ്കിൽ അള്ളാഹ് തന്നെ അവരെ ഇറക്കുമായിരുന്നു. അവർക്ക് മനസ്സാന്നിധ്യത്തോടുകൂടി സന്നദ്ധതയുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹ് ഇറക്കുമായിരുന്നു അവരെ. പക്ഷെ വലാക്കിൻ കരിഹല്ലാഹു ഇംബിആസഹും, അവരൊക്കെ ഇറങ്ങുന്നത് അള്ളാഹ് തന്നെ വെറുപ്പാടോ? അള്ളാഹുവിന് തന്നെ വെറുപ്പാണ് ഇത്തരം കപടന്മാരായ മനുഷ്യർ ഇസ്ലാമിനെ വേണ്ടി രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. ഫസബ്ബതഹും, അതുകൊണ്ട് തന്നെ അള്ളാഹ് അവരോട് പറഞ്ഞു, അവിടെ കുത്തിയിരുന്നോളി. വഖീല ഖുഉദൂ മഅൽ ഖാഇദീൻ, എന്നിട്ട് അള്ളാഹ് അവരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ കുത്തിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഒരു പണിയില്ലാതെ വലിയ ശൈഖന്മാരായിട്ട് നേതാക്കന്മാരായിട്ട് പ്രസ്താവനകൾ മാത്രം നടത്തുന്ന അറബ് ഉച്ചകോടിയുടെ അധ്യക്ഷൻ മാത്രം വഹിച്ച് പിരിയുന്ന, അതല്ലെങ്കിൽ മുസ്ലിം ലോകത്തിന്റെ സേവനം തങ്ങളുടെ അട്ടിപ്പേറവകാശമായി മാത്രം മനസ്സിലാക്കിയ മനുഷ്യർ, അവരോട് അള്ളാഹ് പറയാ, വഖീല ഖുഉദൂ മഅൽ ഖാഇദീൻ, നിങ്ങൾക്ക് അള്ളാഹിന്റെ മാർഗത്തിൽ സമർപ്പണം ഇല്ലെങ്കിൽ ഡയലോഗ് മാത്രം പറയണ്ട. ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്, മുനാഫിഖുകൾ വന്ന് താങ്കളുടെ അടുക്കൽ വന്ന് റസൂലെ പറയുന്നു, താങ്കൾ തന്നെയാണ് അള്ളാഹിന്റെ റസൂലും. വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു, അള്ളാഹ്ക്കറിയാലോ നീയാണ് അള്ളാഹിന്റെ റസൂലിന്. ഇവർ വന്ന് ഇങ്ങനെ കൂടെ പറയേണ്ട ആവശ്യമുണ്ടോ? വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. ഈ പറയുന്ന മുനാഫിക്കുകളുടെ ഒരു ലോകമുണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ട്. ഈ മുനാഫിക്കുകളെ നിങ്ങൾക്ക് പിടികിട്ടണമെങ്കിൽ ഭരണകൂടത്തിന്റെ ഈ അപ്പം രുചിക്കുന്നതിനു വേണ്ടി എല്ലായിടത്തും പോയി നിൽക്കുന്നവർ, അവിടെ ഇസ്രായേലിന്റെ മുമ്പിൽ പോയി നിൽക്കുന്നവർ, അമേരിക്ക കോശാല കൊടുക്കുന്നവർ, ഈ നാട്ടിൽ ഫാസിസത്തിന് കുഴലിട്ട് കൊടുക്കുന്നവർ, എവിടെയാണോ സ്വന്തം സഹോദരങ്ങളെ വഞ്ചിക്കാനും ഒറ്റുകൊടുക്കാനും അവരെ തീവ്രവാദി മുദ്രകൾ ചാപ്പുകൊത്തി കൊടുക്കാനും നടക്കുന്നവർ, മുസ്ലിം ഉമ്മത്തിൽ തന്നെ മുനാഫിക്കുകൾ. വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ, മുനാഫിക്കുകൾക്ക് അത് തിരിയൂല. അവരിൽ ചിലർ പറയും, ഇവിടെ നിന്ന് കുറെ ആളുകളെ പുറത്താക്കേണ്ടതുണ്ട്, ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ, ഇവരൊക്കെ തീവ്രവാദി മുസ്ലിങ്ങളാണ്. അങ്ങനെ പറയുന്ന കുറെ സൂഫി മുസ്ലിങ്ങളുണ്ട്, കുറെ സാധാരണ നല്ല മുസ്ലിങ്ങളെന്ന് സ്വയം ചമയുന്ന ഭരണകൂടത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറെ ആളുകളുണ്ട്. അള്ളാഹ് അവരോട് പറയാ, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇസ്സത്തുള്ളത് അല്ലാഹുവിനാണ്, ഇസ്സത്തുള്ളത് റസൂലിനാണ്, ഇസ്സത്തുള്ളത് മുഅ്മിനുകൾക്കാണ്. വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. പക്ഷെ ഇക്കൂട്ടർക്കുണ്ടോ അത് തിരിയുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിലേക്കുള്ള തിരിച്ചുപോക്ക്, നിഫാഖിൽ നിന്നുള്ള തിരിച്ചുപോക്ക്, സംശയത്തിൽ നിന്നുള്ള തിരിച്ചുപോക്ക്, അല്ലാഹുവിലേക്കുള്ള തിരിച്ചുപോക്ക് വിശ്വാസത്തിന്റെ ഉജ്ജ്വലമായ പ്രഖ്യാപനമായി ഈ ഈദുൽ ഫിത്തറിനെ നെഞ്ചിലേറ്റാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വരുമ്പോ നമുക്ക് അടുത്ത തലമുറയെക്കുറിച്ച് നമ്മൾ അധികം ബേജാറൊന്നും ആകണ്ട. വലിയ അവർക്ക് ചുറ്റും വലവിരിച്ചിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും അവസാനം കേട്ടുകൊണ്ടിരിക്കുന്ന രാസലഹരി അടക്കമുള്ള, രാസലഹരിയുടെ മാത്രം പ്രയോഗിക്കുന്നത് തെറ്റാണ് കേട്ടോ, അതൊരു ഗവൺമെന്റിന്റെ ഒരു ചതിയാണ്. രാസലഹരി എന്ന് പറഞ്ഞാലാണ് ഈ MDMA മാത്രം പെടുള്ളൂ. ലഹരി, അതായത് കണ്ണും കഞ്ചാവൊക്കെ അത് ഒഴിവാവുകയും വേണം. MDMA മാത്രം കുറ്റം പറയണം, അതിനു വേണ്ടിയിട്ടാണ് ഈ രാസലഹരി എന്ന് പറയുന്നത്. അങ്ങനെയല്ല, എല്ലാ ലഹരിയും പ്രശ്നമാണ്, ഉമ്മുൽ മുൻകറാത്താണ്, എല്ലാ തിന്മകളുടെയും മാതാവാണ്. ലഹരിയിലേക്ക് ഹറാം, ഒരു സംഗതിയുടെ ധാരാളിത്തം കൊണ്ട് നിങ്ങൾക്ക് അതിമുഖേന ലഹരി ഉണ്ടാകുന്നുവെങ്കിൽ അതിന്റെ ഏറ്റവും ചെറിയ രൂപവും ഹറാമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഈ യത്നങ്ങൾ, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ള യത്നങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും വലിയ രീതിയിൽ എഫക്റ്റീവായി നടക്കുമെന്ന്. പക്ഷെ സ്വയം നിലക്ക് അവർക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ കള്ളിനെ കുറിച്ചും മദ്യത്തെക്കുറിച്ചൊന്നും അങ്ങനെ നിലപാടില്ല. ഈ MDMA കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എന്നാ പറയുന്നത്.
ഇതൊക്കെ ഒരു ഇരട്ടത്താപ്പാണല്ലോ ബേസിക്കലി. പക്ഷെ ഇതിന്റെ ഭീകരത നമുക്ക് ചുറ്റും, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കി നിൽക്കുന്ന പ്രദേശങ്ങളിൽ നമ്മളുടെ കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങളുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മളുടെ ഉമ്മമാര് മനസ്സിലാക്കണം, നമ്മുടെ ഉപ്പമാര് മനസ്സിലാക്കണം. മക്കളെ കുറിച്ചുള്ള അമിതമായ നമ്മളുടെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഉള്ളതോടൊപ്പം ആ അമിതമായ വിശ്വാസം എന്നുള്ളത് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അവരെ അവിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അതേസമയം നമ്മുടെ കുട്ടികളെ കാത്തുള്ള കണ്ണുകളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരും ബോധവതികളുമാകേണ്ടതുണ്ട്. അവരുടെ ഏറ്റവും നല്ല പരിപാലനം നമ്മളുടെ ഉത്തരവാദിത്തമായി തന്നെ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. അതൊരു സാമൂഹിക നിർവാഹകമായി നമ്മളുടെ സമൂഹം തിരിച്ചു പിടിക്കേണ്ടതുണ്ട് ആ കാര്യം. അങ്ങനെ വരുമ്പോഴാണ്, പ്രത്യേകിച്ച് നമ്മൾ അറിഞ്ഞല്ലോ, നമ്മള് ഇപ്പൊ മലപ്പുറത്ത് വളാഞ്ചേരിയില് 9 പേർക്ക് HIV എന്നാണ് പറയുന്നത്. ആലോചിച്ചു നോക്കൂ. അതും ലഹരി ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച സിറിഞ്ച് പരസ്പരം കൈമാറിയതിന്റെ പേരിൽ 9 ചെറിയ മക്കൾക്കാണ്. നിങ്ങൾ ആലോചിക്കണം. ഞാൻ എന്റെ മുമ്പിലുള്ള യുവതലമുറയുടെ അവര് മൊത്തത്തിൽ പറയുമ്പോൾ അവർ വിചാരിക്കും അവരെ കുറിച്ച് കുറ്റം പറയുന്നത്. അങ്ങനെയല്ല. എല്ലാ കാലത്തും പ്രശ്നമുണ്ട്. ഒന്നാമത്തെ തലമുറയിൽ തന്നെ ആദം നബിയുടെ മകൻ മറ്റൊരു മകനെ ശരിയാക്കിയിട്ടുണ്ട്. ഇതെല്ലാ തലമുറയിലുള്ള പ്രശ്നമാണ്. പക്ഷെ ഈ തലമുറയിൽ ബോധപൂർവം നിങ്ങളെ റാഞ്ചി പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങളുണ്ട് പ്രിയപ്പെട്ട അനുചരന്മാരെ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഇങ്ങനെ തന്ത വൈബ് അമ്മാവന്മാരുടെ കാലം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ജീവിതമാണ്. കാരണം നിങ്ങളും തന്തയാവും. അടുത്ത അപ്പുറത്തുള്ള തലമുറയുടെ തന്ത നിങ്ങൾ തന്നെയാണല്ലോ. അവരുടെ ബാപ്പമാര് നിങ്ങൾ തന്നെയാണല്ലോ. അടുത്ത തലമുറ നിങ്ങൾ മാത്രം ന്യൂ ജനറേഷൻ ആവില്ല. അടുത്ത ഉണ്ടാകുന്ന മക്കളും ന്യൂ ജനറേഷനാണ്. ഈ ന്യൂ ജനറേഷന്റെ മക്കൾ ഏത് നിലക്കാകുമെന്നുള്ളതിനെ കുറിച്ച് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെയാണ് ഇസ്ലാം നിത്യമൂല്യങ്ങളെ കുറിച്ച്, വാല്യൂസിനെ കുറിച്ച്, ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ദൃഢമായ ചില തീരുമാനങ്ങളെ കുറിച്ച്, ചില മോറൽ വാല്യൂസിനെ കുറിച്ച് പറയുന്നത്. ഇസ്ലാം അല്ലാത്ത മറ്റുള്ളവർക്ക് പ്രസംഗിച്ചു പോകാനേ പറ്റൂ. ഇസ്ലാം അല്ലാത്ത എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കവലയിൽ ഒരു പ്രസംഗം പ്രസംഗിച്ചു പോകും. കാരണം ജീവിതത്തിൽ ഇതുണ്ടാകണമെന്ന് ഒരു നിർബന്ധവും അവർക്കില്ല. നിർബന്ധമുണ്ടായാൽ പോലും അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ആരാധന അനുഷ്ഠാന മുറകളുടെ ഉള്ളടക്കം അവർക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്ലാം അല്ലാഹു തുകബ്ബിറു അലാ മാ ഹദാക്കും, അല്ലാഹു നമുക്ക് ഹിദായത്ത് നൽകി ഏറ്റവും സുന്ദരമായ ഇഹലോക ജീവിതവും നാളെ ഏറ്റവും മധുരതരമായ പരലോക ജീവിതവും ഒരുക്കി വെച്ചിരിക്കുന്നു. അതിനാൽ അല്ലാഹുവിലേക്ക് മടങ്ങാൻ അവരോടും പറയാനുള്ളത് ഇത് തന്നെയാണ്. മടങ്ങിപ്പോകൂ, അല്ലാഹുവിലേക്ക് മടങ്ങി വരൂ, ഇസ്ലാമിലേക്ക് മടങ്ങി വരൂ, ഇസ്ലാമിന്റെ ഏറ്റവും സുന്ദരമായ വാല്യൂസിലേക്ക് മടങ്ങി വരൂ. പടച്ച റബ്ബ് അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസന്മാരുടെയും ദാസികളുടെയും കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും സുന്ദരമായ റമളാനിന്റെ നാളുകൾ നമുക്ക് ലഭ്യമായതുപോലെ ഇനി തുടർന്ന് റമളാനിന്റെ മധുരതരമായ അനുരണനങ്ങൾ ശവ്വാലിൽ നിന്ന് അടുത്തൊരു റമളാൻ വരെയും ഏറ്റവും സുന്ദരമാക്കി അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ വീഴ്ചകൾ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റമളാനിൽ നമുക്ക് പാകപ്പിഴവുകൾ പറ്റിയെങ്കിൽ നമ്മളുടെ ചെറിയ അമലുകൾ പടച്ചവനത് നിരാകരിക്കാതെ തിരസ്കരിക്കാതെ അതിന് സ്വീകാര്യത നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് ബുദ്ധിമുട്ടുന്ന പീഡനങ്ങളുടെയും പ്രയാസങ്ങളുടെയും അങ്ങേ തലക്ക് നിൽക്കുന്ന മനുഷ്യന്മാർക്ക് അള്ളാഹു ആശ്വാസം കൊടുക്കുമാറാകട്ടെ. ഒരുപാട് പേർ ഇന്ത്യൻ ജയിലുകളിലടക്കം സംഘടനകളെയൊക്കെ നിരോധിക്കുമ്പോൾ നമ്മൾ അങ്ങനെ മനസ്സിലാക്കും, ആ സംഘടനയൊക്കെ നിരോധിക്കപ്പെടുന്ന സംഘടന എന്നൊക്കെ തന്നെ ചിലർ പറയാം. വിവരമില്ലാത്ത മനുഷ്യരാണ് അങ്ങനെയൊക്കെ പറയാം. ബോധപൂർവം ഭരണകൂടത്തിന്റെ വേട്ടയാടലിന് വിധേയരായിക്കൊണ്ട് ദേശീയ നേതാക്കളടക്കം ജയിലിൽ കിടക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. ലോകത്ത് അത്തരത്തിൽ ഒരുപാട് സിസിയുടെ ജയിലിൽ നമ്മൾ ഗസയെ കുറിച്ച് പറയുമ്പോ സിസിയുടെ ജയിലിൽ 82,000 ഇഖ്വാനികളുണ്ട്. പ്രിയപ്പെട്ടവർ, സ്കോർപ്പിയൻ ജയിലുകളിലാണ്. അതായത് 6 അടി പൊക്കമുള്ള ആളുകള് 4.25 പൊക്കമുള്ള 4.25 അടി പൊക്കമുള്ള ജയിലിലാണ് നിൽക്കുന്നത്. മുതുക് വളഞ്ഞു പോയിട്ട് 2.5-3 കൊല്ലമായി നിൽക്കുന്ന മനുഷ്യന്മാരുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ഈ കാണുന്ന ഈ ലോകവും നമ്മൾ കണ്ട കാഴ്ചയും മാത്രമല്ല കാഴ്ച. ഇന്ത്യയിലെ തടവറകളിൽ തന്നെ 10,000-കണക്കിന് ചെറുപ്പക്കാർ ഒരു തെറ്റും ചെയ്യാത്തതിന്റെ പേരിൽ കിടപ്പുണ്ട്. നമ്മൾ അവരെ ആലോചിക്കണം, പ്രാർത്ഥിക്കണം. നമ്മളുടെ പരാധീനതകളും പ്രയാസങ്ങളും പരിഭവങ്ങളും പറയുമ്പോ ഇങ്ങനെയുള്ള മനുഷ്യന്മാര് ജീവിച്ചുകൊണ്ട് തന്നെ ഈ ജയിലുകളിൽ ഉണ്ട് എന്ന് നമ്മൾ കരുതണം. അള്ളാഹു അവർക്ക് ആസന്നമായ തുറവിയും ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ ഗസ്സക്ക് വിജയം നൽകുമാറാകട്ടെ. ഗസ്സയുടെ നിലവിലെ അവസ്ഥക്ക് കാരണക്കാരായവർക്ക് അള്ളാഹു തന്നെ അവർക്ക് മതിയാകട്ടെ.
അള്ളാഹു തന്നെ അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ. പടച്ച റബ്ബ് അവർക്ക് ഏറ്റവും സുന്ദരമായ വിജയം നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുദ്സിനെയും ഇരു ഹറമുകളെയും അള്ളാഹു പ്രത്യേകമായി കാക്കുമാറാകട്ടെ. മുനാഫിക്കുകളുടെ സംരക്ഷണം ഇസ്ലാമിന് ആവശ്യമില്ല. പക്ഷെ മുനാഫിക്കുകൾക്ക് ഇസ്ലാമിലേക്ക് തിരിച്ചു വരാനുള്ള അവസരമുണ്ട്. അള്ളാഹു മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞത് ആമനു, അവർ വിശ്വസിച്ചു, പിന്നീട് അവർ കാഫിറുകളായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയങ്ങൾക്ക് മേൽ സീലുണ്ട്. മുനാഫിക്കുകളെ കുറിച്ച് അള്ളാഹ് കാഫിറുകളായതിന്റെ പേരിലാണ് മുനാഫിക്കുകളായത് എന്നാണ് പറഞ്ഞത്. കുഫറിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. ഏറ്റവും സുന്ദരമായ മുസ്ലിം ലോകത്തിന്റെ ഐക്യം നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ ഏറ്റവും സുന്ദരമായ ബദലായി ഇസ്ലാമിനെ ആവിഷ്കരിക്കാനും പ്രതിനിധീകരിക്കാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി അൽ ഫർദുസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. اللهم صل وسلم وبارك على رسولك محمد وعلى ال محمد كما صليت وسلمت وباركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. عباد الله وإماء الله، اوصيكم واياي ثانيا بتقوى الله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أصلح أحوال المسلمين في كل مكان. اللهم أصلح أحوال إخواننا في غزة وانصرهم بنصرك العزيز على القوم الكافرين. اللهم إنا نستودعك فلسطين برها وبحرها أرضها وسماءها شبابها ونساءها. اللهم انصرهم بنصرك العزيز. اللهم إنهم مظلومون فانصرهم. اللهم إنهم مغلوبون فانصرهم. اللهم إنهم ضاقت بهم الأرض بما رحبت فانصرهم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا دعاءنا وصيامنا وقيامنا ورمضاننا الماضي إنك أنت السميع العليم. وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى على خير محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين.